Hi students, നമ്മുടെ fourth module complete ആയിരുന്നു last day. The law relating to the partnership and limited liability partnership. പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, പിന്നെ പാർട്ട്നേഴ്സിനൊക്കെ ഉള്ള ഡ്യൂട്ടീസ്, what are their liabilities, പിന്നെ അതേപോലെ എങ്ങനെ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുക, രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ, ഡെസൊല്യൂഷൻ്റെ മോഡ്സ് എന്താ, അതൊക്കെ പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞു. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP അഗ്രിമെൻറ്റ് പറഞ്ഞു. പിന്നെ അതിനകത്ത് പാർട്ട്നേഴ്സ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്, അവരുടെയൊക്കെ എന്താ ഡ്യൂട്ടീസ്, ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി, പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ. ഫിഫ്ത്ത് മൊഡ്യൂൾ നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് എല്ലാം വിട്ട് ഇനി കമ്പനിയിൽ ഒരു കമ്പനി മുന്നോട്ട് രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫോളോ ചെയ്യേണ്ട കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പം മെയിൻലി പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വെച്ചോ, എന്തെങ്കിലും സറൗണ്ടിങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് കുറേ ലെജിസ്ലേഷൻസൊക്കെ അവർ ഇൻ ടേംസ് പോയാൽ, ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള റെഗുലേഷൻസിനൊക്കെ ഇൻ ടേംസ് പോയാൽ മാത്രമായിരിക്കും അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻസ്പെക്ഷൻസ് വന്ന് നമ്മളുടെ കമ്പനി തന്നെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസുകൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റിക്കാരെല്ലാം വന്ന് ചില കമ്പനികളൊക്കെ പൂട്ടുന്നത്, ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിനെയൊക്കെ ക്ലോസ് ചെയ്യുന്നത് കാണാം. അതുപോലെ ഇപ്പോൾ ഒരു പൊല്യൂഷൻ, എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനൊക്കെ കോസ് ചെയ്യുന്ന കമ്പനീസ് എല്ലാം ക്ലോസ്ഡ് ആവുന്നത് കാണും. അപ്പം എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് ഇവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻവയോൺമെൻറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ചുറ്റുപാടും, അല്ലെങ്കിൽ ആ ഒരു വേർഡ് വന്നിരിക്കുന്നത് എൻവയോൺമെൻറ്റ് കെയിം ഫ്രം എ വേർഡ് കോൾ എൻവിറോൺ വിച്ച് മീൻസ് സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ എന്തൊക്കെ ചിലപ്പോൾ ലിവിങ് ഉണ്ടാവാം, നോൺ ലിവിങ് ഉണ്ടായിരിക്കാം, ദ പ്ലാന്റ്സ് ഫ്ലോണ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രീതിയിലുള്ള വാട്ടർ, എയർ, സോയിൽ, അങ്ങനെയുള്ള എല്ലാ റിസോഴ്സും നമ്മുടെ ചുറ്റുപാടുമുള്ള, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള എയറും നമുക്ക് വേണ്ടിയിട്ടുള്ള വാട്ടറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ റിസോഴ്സസാണ്. അപ്പോൾ അതിലെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. ബിക്കോസ് വി വോണ്ട് ദിസ് വാട്ടർ ആൻഡ് എയർ ഫോർ അവർ എക്സിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണം, അത് തന്നെയാണ് പൊല്യൂഷൻ കൺട്രോൾ ലെജിസ്ലേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യം നമ്മൾ പഠിക്കുമ്പോഴും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൺട്രിക്ക് ഡെവലപ്മെൻറ്റ് വേണം. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല രീതിയിലുള്ള കമ്പനീസും ഇൻഡസ്ട്രീസൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മളൊരു കമ്പനിയോ ഇൻഡസ്ട്രി കൊണ്ടുവരുമ്പോൾ അതൊരിക്കലും നമ്മുടെ സൊസൈറ്റിയെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത്. അതിനൊരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അതിന് പകരം എങ്ങനെ, അതിന് നമുക്ക് വേണ്ട രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വേണം, എന്നാൽ അത് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ആ റിസോഴ്സൊക്കെ കീപ്പ് ചെയ്ത രീതിയിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്, ഇനി ടിമ്പർ പ്രൊഡക്ഷൻ ഒരു ഫർണിച്ചർ യൂണിറ്റാണെന്ന് വെച്ചോ, അപ്പോൾ അവർ എല്ലാ മരങ്ങളും കട്ട് ചെയ്ത് ഫർണിച്ചേഴ്സിലേക്ക് മാറാവോ? ഇല്ല. ബിക്കോസ് വി വോണ്ട് ടു സേവ് സംതിങ് ഫോർ അവർ ഫ്യൂച്ചർ ജനറേഷൻ്റെ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ടുമൊക്കെ നമുക്ക് കുറച്ച് നിലനിർത്തിയിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. That is the development that meets the needs of the present generation without compromising the needs of the future generation to meet their own needs. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ എർത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം അത് ബിയർ ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫെസിലിറ്റീസ് അതിൽ നിന്ന് ഡ്രൈവും ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് നമുക്ക് തിരിച്ച് ഓരോ ഇൽ എഫക്ട്സ് കാണിച്ചുകൊണ്ടിരിക്കുക. എർത്ത് ക്വേക്സ്, ഡ്രൗട്ട്, പിന്നെ ഫ്ലഡ്സ്, ഇങ്ങനെ പല രീതിയിലുള്ള എഫക്ട്സ് നമുക്കിപ്പോൾ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ചെയ്ത ഓരോന്നിനുള്ള നമ്മുടെ ആന്ത്രോപ്പജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമാണ് ഇത് നമുക്ക് തിരിച്ച് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു 2 മരം വെട്ടുമ്പോൾ 1 മരം നടാൻ ഉള്ളൊരു ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, നമ്മുടെ എർത്ത് ഡേയിലും വാട്ടർ ഡേയിലും ഒക്കെ നമ്മൾ പല രീതിയിലുള്ള പ്ലാന്റേഷനിലെല്ലാം ചെയ്യും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ബെനിഫിറ്റേ തരത്തുള്ളൂ. ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ അതൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ഗവൺമെൻറ്റും ഇതിന് കുറേ രീതിയിലുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പല ആക്റ്റുകളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കൂടുതൽ രീതിയിൽ നമ്മുടെ ഇന്ത്യൻസിന് തന്നെ കുറേ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അവരുടെ എൻവയോൺമെൻറ്റിനെ, ലൈക്ക് ദ ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ്, വൈൽഡ് ലൈഫ്, ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും ഇതിനെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് സേഫ് ഗാർഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ നമ്മുടെ ഗവൺമെൻറ് തന്നെ നമ്മളെ
പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട് ഇൻ ദ ആർട്ടിക്കിൾ 48 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 48(8) മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ പല രീതിയിലുള്ള ആക്റ്റുകൾ വന്നിട്ടുണ്ട്. അതിലെ ഓരോ ആക്ട്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് ദ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. ആദ്യത്തെ ആക്റ്റാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻവയോൺമെൻറ്റ് ആക്ട് എന്നും പറയാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയാം. സോ ഇതിലെല്ലാം നിങ്ങൾ ഡേറ്റും ആ ആക്ട് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും എല്ലാം പഠിക്കണം. പിന്നെ ഏത് സമയത്ത് ഏത് കൺട്രിയിലാണ് ഈ ഒരു ആക്ട് ആദ്യമായിട്ട് ഇനാക്ട് ചെയ്തത്, ഇതൊക്കെയാണ് നിങ്ങൾ ഇതിനകത്ത് പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ ഇസ് the international community was concerned with the widespread pollution all over the country, all the world, and the United Nations Conference on Human Environment, that is UNCHE, United Nations Conference on Human Environment, held in the Stockholm in June 1973, decided to പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ്. ഈ ഒരു കോൺഫറൻസിലാണ് യുണൈറ്റഡ് നേഷൻസ് നടത്തിയ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസ് സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് ഇങ്ങനൊരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണമെന്ന് അവരുടെ ഒരു തോട്ട് തന്നെ വന്നത്. അതിൻ്റെ കാരണം ഭോപ്പാൽ ട്രാജഡിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഭോപ്പാൽ ട്രാജഡി എന്നാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് കാരണം ഉണ്ടായ ഇൽ എഫക്ട്സ് എല്ലാം ഒന്ന് റിക്കവർ ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നത്. സോ ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 19/11/1986. So you wanted to study this date 19th November 1986 നമുക്ക് ഈ ഒരു ആക്ട് എക്സിസ്റ്റൻസ് വന്നത് അല്ലെങ്കിൽ ഇൻ ഫോഴ്സ് വന്നത്. അപ്പോൾ ആ ആക്റ്റിൽ ഓരോ കാര്യങ്ങളെ എൻവയോൺമെൻറ്റിനെയും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. So the first definition was given for the environment in the section 2A of the Environment Protection Act. Like it includes water, air, land and the interconnected relationship that exists between the water, air, land and human beings and other living creatures, plant, microorganism and property. ഇപ്പോൾ എൻവയോൺമെൻറ്റ് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താവും? ദ വാട്ടർ ഉണ്ട്, എയർ, ലാൻഡ്, ദെൻ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ ദ വാട്ടർ, എയർ ആൻഡ് ലാൻഡ്, പിന്നെ ഹ്യൂമൻ ബീയിങ്സും ലിവിങ് ക്രീച്ചേഴ്സും പ്ലാന്റ്സും ഓർഗാനിസംസും പ്രോപ്പർട്ടി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു എൻവയോൺമെൻറ്റിന് ഇഞ്ചുറീസ് ആയിട്ടുള്ള ഇനി സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് സബ്സ്റ്റൻസ് പ്രസൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻ്റ്. ഇറ്റ് ഈസ് ഗിവൻ ഇൻ ദ സെഷൻ 2B. ഇതെല്ലാം സെഷൻ 2 ആണ് എൻവയോൺമെൻറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെഷൻ 2B ഹാസ് ഗിവൻ ദ ഡെഫിനിഷൻ ഫോർ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻ്റ്. And the presence of this pollutant in the atmosphere causes the environmental pollution. That is mentioned in the section 2C. Environmental pollution എന്താണെന്ന്. പിന്നെ ഹസാർഡസ് സബ്സ്റ്റൻസസ് എന്താണ്? ഇപ്പോൾ എൻവയോൺമെൻറ്റ് പൊല്യൂട്ടൻറ്റും ഹസാർഡസ് സബ്സ്റ്റൻസും വ്യത്യാസമുണ്ട്. ഹസാർഡസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഹാം ആക്കണം. ഹ്യൂമൻ ബീയിങ്സിന് ഹാം കോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സോ ലിവിങ് ക്രീച്ചേഴ്സിനോ പ്ലാന്റ്സിനെയോ മൈക്രോ ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആസ് എ ഹോമിന് എന്തെങ്കിലും രീതിയിലുള്ള ഹാം ബൈ ഇറ്റ്സ് കെമിക്കൽ നേച്ചർ ദ ഫിസിക്കൽ നേച്ചർ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടൊക്കെ നമുക്കുണ്ടാവുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹസാർഡസ് സബ്സ്റ്റൻസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 2E. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഓക്കുപ്പയർ. So in relation to any factor or the premise means a person who has control over the affairs of the factory or the premises and includes in relation to any substance the person in possession of the substance. ഇപ്പോൾ ഒരു ഫാക്ടറി ആവാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രിമൈസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളാണ് ഈ ഫാക്ടറിയുടെ മുഴുവൻ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇത് സബ്സ്റ്റൻസിൻ്റെയും ഉത്തരവാദി ആരായിരിക്കും? ദിസ് ഓക്കുപ്പയർ ആയിരിക്കും. സോ ഓക്കുപ്പയർ ഈസ് എ പേഴ്സൺ ഹു ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി പൊസിഷൻ ഓഫ് ദി സബ്സ്റ്റൻസ് ഓർ എനി ഓഫ് ദ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു ദ ഫാക്ടറി ആസ് വെൽ ആസ് ദ പ്രിമൈസസ്. അതിനെയാണ് ഓക്കുപ്പയർ എന്ന് പറയുന്നത്. These are the definitions given for the environmental pollutant, environmental pollution, hazardous substance and also occupier in the Environmental Protection Act. ഇനിയുള്ളത് വാട്ട് ആർ ദ ജനറൽ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ഇനി എന്തൊക്കെ പവറാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഉള്ളത്? ഇപ്പോൾ സെഷൻ 2 ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇത് സെഷൻ C3 എന്തൊക്കെയാണ് പവേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ആക്ടിൻ്റെ മേലെയുള്ള പവേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ദേ ആർ കോർഡിനേറ്റിംഗ് ദ ആക്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ് ആൻഡ് അതർ അതോറിറ്റി. സെൻട്രൽ ഗവൺമെൻറ് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഓഫീസേഴ്സിനെയും ദ അതോറിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. Second, they are in the planning and execution of the nationwide program for the prevention
control and abatement of environmental pollution. Environmental pollution prevention, അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ്, ഇതിനെല്ലാം വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ ദേ ലേ ഡൗൺ ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെൻറ്റ്. എന്താണ് സ്റ്റാൻഡേർഡ്സ്, എങ്ങനെയായിരിക്കണം, എത്ര വരെ പൊല്യൂട്ടൻറ്റിനെ നമുക്ക് ഒരു പൊല്യൂഷൻ കോസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഏതാണ് വൾണറബിൾ റേറ്റ്, ഏതാണ് അതിൻ്റെ ഒരു ഫീസിബിൾ റേറ്റ്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്ന ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് ഓൾസോ ദേ ദ സ്റ്റാൻഡേർഡ് ഫോർ ദ എമിഷൻ ഓർ ഡിസ്ചാർജ് ഓഫ് ദ പൊല്യൂട്ടൻസ് ടു വേരിയസ് സോഴ്സസ്. നമുക്കറിയാം നമ്മൾ ഓരോ ഇൻഡസ്ട്രീസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിന് പല രീതിയിലുള്ള ബൈ പ്രൊഡക്ട്സും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവും. ആ വേസ്റ്റൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഡിസ്ചാർജ് ചെയ്യണം അല്ലേ. ഇപ്പം ഒരു ഡൈ പ്ലാന്റ് ആണെങ്കിൽ അതിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടറെല്ലാം നമ്മൾ എങ്ങോട്ട് വാട്ടർ ബോഡീസിലേക്കും ലാൻഡ് ബോഡീസിലേക്കും ഒക്കെ നമ്മൾ ഒഴുക്കി വിടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒഴുക്കി വിടുന്നതിന് മുമ്പ് എത്രത്തോളം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം ഒഴുക്കി വിടാൻ. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്, എത്ര വരെ നമുക്ക് എമിറ്റ് ചെയ്യാം എന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ ദേ ഓൾസോ ഗിവ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഏരിയാസ് ഇൻ വിച്ച് ദ ഇൻഡസ്ട്രീസ് ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ് ഷാൽ നോട്ട് ബി ക്യാരിഡ് ഔട്ട്. ചിലപ്പം ചില റെസിഡൻഷ്യൽ ഏരിയാസിലൊന്നും നമുക്ക് ഇൻഡസ്ട്രീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് ദേ ലേ ഡൗൺ ദ പ്രൊസീജിയേഴ്സ് ആൻഡ് സേഫ് ഗാർഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്. ഇപ്പം ഒരു ആസ്പെറ്റോസ് പ്ലാന്റൊക്കെ ആണെങ്കിൽ അവിടെ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യാൻ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ആസ്പെറ്റോസ് പ്ലാന്റിലുള്ള എംപ്ലോയീസിന് കുറേ നാളുകൾക്ക് മുമ്പ് പല രീതിയിലുള്ള അസുഖങ്ങൾ, മെയിൻലി ബ്രീത്തിങ് പ്രോബ്ലംസ്, ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം അത് പതുക്കെയാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. അതുകൊണ്ട് അതിനുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്ങും പ്രൊട്ടക്ഷനും അവർ ഓരോരുത്തർ എടുക്കണമെന്ന്. ആ ഒരു പ്രൊട്ടക്ഷൻ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തതും അതിനുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തതും ആരാണ്, ഇത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ആൻഡ് ഓൾസോ ദേ എക്സാമിൻ സച്ച് ദ മാനുഫാക്ചറിങ് പ്രോസസ് വിച്ച് കോസ് ദ എൻവയോൺ പൊല്യൂഷൻ. ഏതെങ്കിലും മാനുഫാക്ചറിങ് പ്രോസസ്സ് എൻവയോൺ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അതെങ്ങനെ കുറയ്ക്കാം, ഇതെല്ലാം തീരുമാനം എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദേ ഇൻസ്പെക്ട് ദ പ്രിമൈസസ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എല്ലാ ഇൻസ്ട്രുമെൻസും, ചില ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കാം പൊല്യൂഷൻ കുറിച്ച്, അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത്, അതിന് ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ഇൻഫർമേഷൻസ്, പൊല്യൂഷൻ റിലേറ്റഡ് ആയ ഇൻഫർമേഷൻസ് എല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നതും, ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എൻവയോൺമെൻറ്റ് ലബോറട്ടറീസും ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു റെമഡി എടുക്കുക, ഇതെല്ലാം മേജർ ഫങ്ഷൻസ് ഓഫ് എ സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പം മാനുവൽസ്, ഏത് രീതിയിൽ നമ്മൾ എൻവയോൺ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ മാനുവലിലും കോഡിലും ഗൈഡ്സിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള മാനുവൽസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടീസാണ്. ദീസ് ആർ ദ പവേഴ്സ് ഓർ ദ ജനറൽ പവേഴ്സ് ഓഫ് എ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിൽ എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കൊരു എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആക്ടിനനുസരിച്ച് എങ്ങനെ നമുക്ക് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കാം. അപ്പം എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും? ഒന്ന്, നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം. ഓരോ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം എത്രത്തോളം ഡിസ്ചാർജാണ് അവർ, എത്രത്തോളം ക്വാണ്ടിറ്റി പൊല്യൂട്ടൻ്റ് ഉള്ള ഡിസ്ചാർജ് വരെ അവർക്ക് ഡിസ്ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കി വിടാം. അതിന് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ അതിനേക്കാളും കൂടുതൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും അവർ ഡിസ്ചാർജ് ചെയ്യാതിരിക്കും. അതൊരു മെഷറാണ്. ദെൻ പ്രൊസീജിയർ സേഫ് ഗാർഡ്സ് ഇൻ ഹാൻഡ്ലിങ് ദ ഹസാർഡസ് സബ്സ്റ്റൻസസ്. നമുക്ക് ചില സബ്സ്റ്റൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം അതിനെല്ലാം നോംസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണ് ആ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഹസാർഡസ് മെറ്റീരിയൽ നമ്മൾ ഒരു ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മൾ എന്തെല്ലാം എക്യുപ്ഡ് ആവണം. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യണമല്ലേ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള അവരുടെ ഡ്രസ്സിങ് ആണെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും അവരുടെ ഏരിയ ലൊക്കേഷനും ഒക്കെ വ്യത്യാസമായിരിക്കും. അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മെഷറാണ് ടു റെഡ്യൂസ് ദിസ് പൊല്യൂഷൻ. പിന്നെ ഫർണിഷിംഗ് ഓഫ് information, that is where the discharge of any pollutant in excess of the prescribed standards occurs or is apprehended to occur due to an accident or unforeseen act. The person responsible for this discharge or the place in charge at which such discharge occurs is apprehended to occur shall be bound to prevent or mitigate the environmental pollution caused as a result of such discharge. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ അതോറിറ്റി ഉണ്ടാവും അല്ലേ. ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആരിലേക്കാണ് റെസ്പോൺസിബിലിറ്റി പോകുന്നത്, അത് എങ്ങനെയെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയ ഒരാളായിരിക്കും കുറ്റവാളി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അയാളെ അറിയിക്കുക, നിങ്ങളായിരിക്കും ഇതിനുള്ള ഫുള്ളി റെസ്പോൺസിബിൾ. അങ്ങനെ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹീ വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദ പ്രോബ്ലംസ് അല്ലേ. ഒരിക്കലും അതൊരു പ്രോബ്ലമായി മാറാതിരിക്കാൻ അയാൾ ശ്രമിക്കും. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ ഫർണിഷ് ചെയ്ത് കൊടുക്കുന്നതും ഒരു നല്ല ബെനിഫിറ്റാണ്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ആ മിറ്റിഗേഷൻ മെഷർ. ദെൻ ദ പവർ ഓഫ് എൻട്രി ഓഫ് ഇൻസ്പെക്ഷൻ. That is, government can empower any person to enter at a reasonable time with such assistance as he consider necessary in place for specialized purpose listed below.
ഇപ്പം നമ്മൾ ഇൻസ്പെക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക, അത് സെഷൻ 10 പറഞ്ഞിരിക്കുന്നതാണ്. ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചില ആൾക്കാരിലേക്കായിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ് ഇൻസ്പെക്ഷൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ പൊല്യൂഷൻ ബോർഡുണ്ട്, അപ്പോൾ അവരായിരിക്കും വന്ന് ഇൻസ്പെക്ട് ചെയ്യുക. അതിന് വേണ്ടി ആൾക്കാരെ അസൈൻ ചെയ്ത് കൊടുക്കുക, എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്താൽ അത് പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണോ, ഇനി അങ്ങനത്തെ അല്ലാത്ത എക്യുപ്മെൻറ്റ്സ് ആണ് അവർ യൂസ് ചെയ്യണമെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒഫൻസ് ഒക്കെ കൊടുക്കുക. ഒഫൻസ് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇനി അത് റിപ്പീറ്റഡ് ആവാതിരിക്കും. അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻസിനൊക്കെ പവർ കൊടുക്കുന്നത് ഒരു മിറ്റിഗേഷൻ മെഷറാണ്. ദെൻ ദ പവർ ടു ടേക്ക് സാമ്പിൾസ്. അതേപോലെ ഗവൺമെൻറ്റിനാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സൊക്കെ ചിലപ്പം ആ ഏരിയയിലെ എയർ, വാട്ടർ, അതുപോലെ സോയിൽ സബ്സ്റ്റൻസ് ഒക്കെ കളക്ട് ചെയ്യും, എന്നിട്ടത് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താലും ആൾക്കാരെന്താ കൂടുതൽ കെയർ കൊടുക്കാൻ നോക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ആ പ്ലാന്റിലെ എല്ലാ വർക്കേഴ്സും ശ്രമിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെങ്കിലും ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എൻവയോൺമെൻറ്റൽ ലബോറട്ടറീസ്, അതും ഒരു മിറ്റിഗേഷൻ മെഷറാണ്. ഈ നമ്മൾ കളക്ട് ചെയ്ത സാമ്പിൾസ് ആയിട്ടുള്ള എയറും വാട്ടറും സോയിലും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലബോറട്ടറീസ്. അപ്പോൾ അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എത്രത്തോളം പൊല്യൂട്ടൻ്റ് ആ ഏരിയയിലുണ്ട്, എങ്ങനെ നമുക്കത് കുറയ്ക്കാം. അപ്പോൾ അതും ഒരു മിറ്റിഗേഷൻ മെഷറാണ്. ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സെഷൻ 12. ദെൻ ഗവൺമെൻറ് അനലിസ്റ്റ്, കുറേ അനലിസ്റ്റുകൾ ഉണ്ടാവും, ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരായിരിക്കും നമ്മുടെ സാമ്പിൾസ്, എയറിൻ്റെ ആണെങ്കിലും വാട്ടറിൻ്റെ ആണെങ്കിലും സോയിലിൻ്റെ ആണെങ്കിലും ആ സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുക. അത് സെഷൻ 13 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ മിറ്റിഗേഷൻ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ. അപ്പോൾ നമ്മൾ സെഷൻ 7 തൊട്ട് അബൌട്ട് 13 വരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വാട്ട് ആർ ദി മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഫസ്റ്റ് setting the standard for the emission, then setting the procedural standards, safeguards in handling the hazardous substance, then furnishing the information, then power of entry and inspection, power to take the samples, environmental laboratories, government analysts, etc. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പൊല്യൂഷൻ, ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ ഉള്ള വേസ് ആണ്. സോ ദീസ് ആർ ദ മെഷേഴ്സ്. ഇത് ഒരു ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ്, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ലെജിസ്ലേഷനാണ് ദിസ് എൻവയോൺമെൻറ്റൽ ആക്ട് ഓഫ് 1986. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ദ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് ഓഫ് 1981, എയർ ആക്ട് 1981. അത് ഓർക്കുക. അതിൽ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷനും ഉണ്ട്, പ്രിവെൻഷനും ഉണ്ട്, കൺട്രോൾ ഓഫ് പൊല്യൂഷനും ഉണ്ട്. അപ്പം ഇതിനകത്ത് എയർ പൊല്യൂഷൻ പല രീതിയിൽ നിങ്ങൾക്ക് അറിയാം എന്താ എയർ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെന്ന്. നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നത് ഒരു എയർ പൊല്യൂഷൻ കൊണ്ടാണ്. ഈ ഒരു ആക്ട് നമുക്ക് മുന്നിൽ വന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇനാക്ട് ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫറൻസിൽ സ്റ്റോക്ക്ഹോമിൽ 1972 നടന്ന ആക്ടിനെ ബേസ് ചെയ്ത്, ജൂൺ 1972 നടന്ന ഒരു കോൺഫറൻസിനെ ബേസ് ചെയ്തിട്ടാണ് എയർ ആക്ട് ഓഫ് 1981 വന്നതും. ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ള പ്രോപ്പർ പ്രിവെൻഷൻ മെഷേഴ്സ് എന്താണ്, കൺട്രോൾ മെഷേഴ്സ് എന്താണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും അതിനനുസരിച്ചൊരു ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതിനുള്ള ബോർഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെയാണ് ദിസ് എയർ ആക്ട് ഓഫ് 1981 വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദെൻ ഇവിടെ നമ്മൾ പല രീതിയിലുള്ള ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് എയർ പൊല്യൂട്ടൻ? അപ്പം അത് സെഷൻ 2A നമ്മുടെ എയർ ആക്ട് ഓഫ് 1981 സെഷൻ 2A വാട്ട് ഈസ് മെന്റ് ബൈ എയർ പൊല്യൂഷൻ ഇസ് ഗിവൻ, ദാറ്റ് ഇസ് എനി സോളിഡ് ലിക്വിഡ് ഗേഷ്യസ് സബ്സ്റ്റൻസ് ഇൻക്ലൂഡിംഗ് ദ നോയ്സ് പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻ സച്ച് കോൺസെൻട്രേഷൻ ആൻഡ് മേ ബി ഓർ ടെൻഡ് ടു ഇൻജൂറിയസ് ടു ഹ്യൂമൻ ബീയിങ്സ് ഓർ അതർ ലിവിങ് ക്രീച്ചേഴ്സ് ഓർ പ്ലാന്റ്സ് ഓർ പ്രോപ്പർട്ടി ഓഫ് ദി എൻവയോൺമെൻറ്റ്. അത് എയർ പൊല്യൂട്ടൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗേഷ്യസ് ഫോം ആകാം. ഈവൻ ദ സൗണ്ട് ഓർ ദ നോയ്സിനെ നമുക്ക് എയർ പൊല്യൂഷൻ എന്ന് പറയാം, അല്ലേ? അൺവാണ്ടഡ് സൗണ്ടിനെ നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്, അതും ഒരു എയർ പൊല്യൂഷൻ കണ്ടൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തോ ആകാം, അത് നമ്മളുടെ ഹ്യൂമൻ ബീയിങ്സിന് ഇഞ്ചൂറിയസ് ആവുന്നു. ഏതെങ്കിലും ഒരു ലിവിങ് ക്രീച്ചേഴ്സിനോ ലൈക്ക് പ്ലാന്റ്, ആനിമൽസ്, അല്ലെങ്കിൽ ഇനി പ്രോപ്പർട്ടി, എവറിത്തിങ്, ഇതിന് എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാക്കുന്നു, അതിനെയൊക്കെ നമ്മൾ എയർ പൊല്യൂട്ടൻ്റ് എന്ന് പറയും. ദെൻ നമ്മൾ ഒരു H2SO4, നമ്മുടെ ആസിഡ് റെയിൻ ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് കോസ്ഡ് ഡാമേജ് ടു ദ മാർബിൾ, ദാറ്റ് ഈസ് താജ്മഹലിൻ്റെ മാർബിൾ നശിക്കാൻ കാരണം ആസിഡ് റെയിൻ ആണ്. അത് H2SO4ൻ്റെ കണ്ടൻ്റ് ആണ്. H2SO4 നമ്മുടെ വാട്ടറുമായിട്ട് മിക്സായിട്ട്, എയറിലുമായിട്ട് മിക്സായിട്ട് മഴയായി പെയ്തിട്ടാണ് നമ്മുടെ മാർബിളിൻ്റെ കളറ് മങ്ങിപ്പോയി ഒരു താജ്മഹലിലേക്ക്. അതൊക്കെ ഒരു എയർ പൊല്യൂഷൻ്റെ ഒരു എഫക്റ്റ് ആണ്. എയർ പ്ലസ് വാട്ടർ റിലേറ്റഡ്, എയർ ആൻഡ് വാട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും.
Second, they gave the definition regarding the air pollution. അപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പൊല്യൂട്ടൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും ഹാംഫുൾ കോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എയർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ദ സെഷൻ 2B. സെഷൻ 2Bയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഇസ് വാട്ട് ഇസ് അപ്രൂവ്ഡ് അപ്ലയൻസ്. ദാറ്റ് ഇസ് സെഷൻ 2Cയിൽ വാട്ട് ഈസ് അപ്രൂവ്ഡ് അപ്ലയൻസ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എ എക്യുപ്മെൻറ്റ് ഓർ ഗാഡ്ജറ്റ് used in the burning of any combustible material or the generating or consuming any fuel, fume, gas or particular matter as approved by the state government for the purpose of this act. നമ്മൾ പല രീതിയിലുള്ള ഈ ഇൻസിനറേറ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ സോളിഡ് വേസ്റ്റ് ഒക്കെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കത്തിക്കുന്ന ഇൻസിനറേറ്റേഴ്സിലൂടെ തന്നെയാണ് പുകയും അതുപോലെയുള്ള പൊല്യൂട്ടൻസ് എല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. അതിനൊരു പെർമിറ്റബിൾ ഉണ്ട്, അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്ലയൻസ് ഉണ്ട്. ചില അപ്ലയൻസുകളോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിന് ഒരു അപ്രൂവൽ കൊടുക്കത്തില്ല ബേണിങ്ങിനോ കമ്പസ്റ്റിനോ വേണ്ടിയിട്ട്. പക്ഷെ അപ്രൂവ്ഡ് ആയിട്ടുള്ള അപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് കമ്പഷൻ ചെയ്യണം, പക്ഷേ അതൊരിക്കലും എൻവയോൺമെൻറ്റൽ ഹാർംഫുൾ ആയിട്ടൊന്നും ഉണ്ടാവരുത്. അതിനെയാണ് അത് സെഷൻ 2Cയിലാണ് അപ്രൂവ്ഡ് അപ്ലയൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ സെഷൻ 2Hൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് മെൻ ബൈ ചിമ്മിനി. ചിമ്മിനി നിങ്ങൾക്ക് അറിയാം, അതൊരു സ്ട്രക്ചറാണ് വിച്ച് വിൽ ബി ഹാവിങ് ആൻ ഓപ്പണിംഗ് ഓർ ആൻ ഔട്ട്ലെറ്റ് ഫ്രം ആൻഡ് ത്രൂ ഫ്രം വിച്ച് എയർ പൊല്യൂട്ടൻ മേ ബി എമിറ്റഡ്. ഇപ്പോൾ ചിമ്മിനി നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ട് ചിമ്മിനി അല്ലേ, നമ്മുടെ തീ കത്തിക്കുന്നതിൻ്റെ പുക കുറച്ച് ഹൈറ്റിലായിട്ടായിരിക്കും ഇത് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലാതെ ലോവർ ഹൈറ്റിലല്ലാതെ. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സിൽ വലിയ ഹൈറ്റിലായിരിക്കും ചിമ്മിനീസ് പ്രിപ്പയർ ചെയ്യുന്നത്. ബിക്കോസ് ദ പൊല്യൂഷൻ മേ നോട്ട് എൻ്റർ ദ എർത്ത് സർഫസിൽ വരാതെ അത് വളരെ ഹൈറ്റിലൂടെ ആയിരിക്കും അത് എമിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ദിസ് ചിമ്മിനീസ്. ദെൻ അബൌട്ട് ദ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്. ചില കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിമ്മിനീസിലൂടെ പോകുന്ന എയർ ആണെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പം ആ ക്വാളിറ്റിയും മാറ്ററും ഒക്കെ ആ പൊല്യൂട്ടൻറ്റിൻ്റെ അത്രയും എഫക്ട്സ് എമിഷൻസ് ഒക്കെ കുറയ്ക്കും. അതിലെന്തെങ്കിലും പെർട്ടിക്കുലർ മാറ്റം ഉണ്ടെങ്കിൽ അതെല്ലാം ഡിസ്പോസ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ഇൻ ദ സെഷൻ 2I ഓഫ് ദ എയർ ആക്ട് ഓഫ് 1981. ദെൻ ദ ലാസ്റ്റ് വൺ ഇസ് എമിഷൻ. എമിഷൻ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. എമിഷൻ എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പൊല്യൂട്ടൻ്റ് തന്നെ സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് ഓർ എനി സബ്സ്റ്റൻസ് കമ്മിങ് ഔട്ട് ഓഫ് എനി ചിമ്മിനി, ഡക്ട് ഓർ ഫ്ലൂ ഓർ എനി അതർ ഔട്ട്ലെറ്റ്. എന്തെങ്കിലും ഔട്ട്ലെറ്റിലൂടെ ചിമ്മിനി ആകാം, അല്ലെങ്കിൽ ഒരു ഡക്റ്റ് ആവാം, എന്തെങ്കിലും അവിടെയാണെങ്കിലും എമിറ്റഡ് ആവുന്ന ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എമിഷൻ എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് ഡിഫൈൻ ഇൻ ദ സെഷൻ 2G. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഡെഫിനിഷൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലും ഉണ്ടാവും, ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മേജർ ഡെഫിനിഷൻസ്. എയർ ആക്ടിന് കീഴിൽ വരുന്ന കുറച്ച് ടേംസ് മാത്രം. എന്താണ് എയർ പൊല്യൂട്ടൻ, വാട്ട് ഇസ് എയർ പൊല്യൂഷൻ, വാട്ട് ഇസ് ചിമ്മിനി, എമിഷൻ, ദെൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്, അപ്രൂവ്ഡ് അപ്പാരറ്റസ്, ഒരു അപ്രൂവ്ഡ് അപ്ലയൻസ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. ഇനി ഏതൊക്കെ അതോറിറ്റീസാണ് ഈ എയർ ആക്ടിൻ്റെ കീഴിൽ വരുന്നത്? ഇപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അങ്ങനെ പ്രത്യേകിച്ച് അതോറിറ്റീസിനൊന്നും നമ്മൾ മെൻഷൻ ചെയ്തില്ല, പക്ഷേ എയർ ആക്ടിൻ്റെ കീഴിൽ അതോറിറ്റീസ് ഉണ്ട്. ദ ഫസ്റ്റ് അതോറിറ്റി വിച്ച് ഇസ് അണ്ടർ ദിസ് ആസ് ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB എന്നറിയപ്പെടും. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB. The Section 3 of the Act provides the constitution of the Central Pollution Control Board for prevention and control of air pollution. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയത്. അതേപോലെ തന്നെ എയർ ആക്ട്, നമ്മൾ വാട്ടർ ആക്ട് ഉണ്ട്. എയർ ആക്ട് പോലെ 1974 വാട്ടർ ആക്ട് ഉണ്ട്. അവരുടെ കീഴിലും ഇതുപോലെ ഒരു ബോർഡുണ്ട്, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. ഇവിടെ എയർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കീഴിലായിട്ട് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ. അപ്പോൾ അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് രീതിയിലൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, എങ്ങനെയാണ് എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, എങ്ങനെയാണ് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ അബേറ്റ്മെൻറ്റ് പോളിസീസ് എന്താ, ഇതെല്ലാം അഡ്വൈസ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ് അഡ്വൈസ് ചെയ്യുന്നത് ഇത് CPCBയുടെ ഫംഗ്ഷനാണ്. അതേപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യണോ, ആ കണ്ടക്ട് ചെയ്യേണ്ട പ്രോഗ്രാംസിനെ പറ്റിയിട്ടുള്ള ഷെഡ്യൂളിങ്, അതേപോലെ എല്ലാ സ്റ്റേറ്റ് ബോർഡ്സിനെ എല്ലാം അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഫങ്ഷൻസ് ആണ്. ദെൻ ദി പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ടു ദ സ്റ്റേറ്റ് ബോർഡ്സ്. ഒരു സെൻട്രൽ പൊല്യൂഷൻ്റെ കീഴിൽ സ്റ്റേറ്റ് ബോർഡ് ഉണ്ടാവും. ആ സ്റ്റേറ്റ് ബോർഡ് കൺട്രോൾ ബോർഡിന്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ്, എങ്ങനെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യും, അത് ബീറ്റ് ചെയ്യും, അത് മാനേജ് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും, അതിനുള്ള ഗൈഡൻസ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ദെൻ they perform the functions of any state government as specified in the law
made under the Section 18(2). ഏതെങ്കിലും സ്റ്റേറ്റ് ബോർഡിൻ്റെയൊക്കെ ഫങ്ഷൻസും അതർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ദെൻ ദേ പ്ലാൻ ആൻഡ് ഓർഗനൈസ് ദ മീറ്റിംഗ്സ്. ഈ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി കുറേ ആൾക്കാരെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാനും അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഫിക്സ് ചെയ്യാനും എല്ലാം ഒരു ഫങ്ഷൻസ് ഓഫ് CPCB ആണ്. ആൻഡ് ദേ ഓൾസോ സെറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ദി ക്വാളിറ്റി ഓഫ് എയർ. ഒരു ക്വാളിറ്റി ഓഫ് എയർ ഗുഡ് എന്ന് പറയണമെങ്കിൽ എത്ര ക്വാളിറ്റി വേണം അതെല്ലാം ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? ഇതുപോലെയുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിരിക്കും. ഇതേപോലെ ഇത് മെയിൻ ആയിട്ടുള്ളത് ഇവരുടെ കീഴിൽ ഓരോ സ്റ്റേറ്റിനുള്ളിൽ ഉണ്ടാകുന്നതാണ് ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും വെച്ചിരിക്കുന്ന ബോർഡുകളാണ് ദ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സോ ദേ ആർ ഹാവിങ് എ മെമ്പർഷിപ്പ് ഓഫ് 1 ചെയർമാൻ. ആ ചെയർമാന് ഓൾമോസ്റ്റ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉള്ള ഒരാളെ ആയിരിക്കും നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാൻ ആക്കുന്നത്. ആൻഡ് ഹി വിൽ ബി നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് വിവരമൊക്കെ ഉള്ള ഒരാളെ ആ ഒരു കാലിബറൊക്കെ ഉള്ള ഒരാളെ ആയിരിക്കും നമ്മൾ ചെയർമാൻ ആയിട്ട് വയ്ക്കുന്നത്. പിന്നെ അതിലുണ്ടാവുന്നത് സച്ച് മെമ്പേഴ്സ് ഓഫ് ഒഫീഷ്യൽ നോട്ട് എക്സീഡിങ് 5. 5 പേരിൽ കുറഞ്ഞൊരു ഒഫീഷ്യൽസ് ഉണ്ടാവും. ആൻഡ് ദേ വിൽ ബി ഓൾസോ നോമിനേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. Then another set of people as the state government may think fit to be nominated by the state government among the members of local authorities functioning within the state. ഒരു സ്റ്റേറ്റിനുള്ളിലുള്ള ലോക്കൽ അതോറിറ്റീസ് എന്ന് പിന്നെ ഒരു 5 പേര് എന്തായിരുന്നു ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ഓക്കെയാണ് എന്ന് തോന്നുന്ന കുറച്ച് ഒഫീഷ്യൽ. പിന്നെ ഒരു 5 ആൾക്കാർ നമ്മുടെ ലോക്കൽ അതോറിറ്റീസിലുള്ള ഒരു 5 ആൾക്കാർ മാക്സിമം ഓക്കെ. പിന്നെ such persons of non-officials not exceeding 3 as a state government may think which is nominated from the interest of the agriculture fishery industry. അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫിഷറി ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഏരിയയിലുള്ള ഒരു 3 മാക്സിമം 3 പേര് അത്രയും പേര്. അതേപോലെ 2 persons to represent the company or corporation owned, controlled and managed by the state government. സ്റ്റേറ്റ് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള 2 ആൾക്കാരും. അതേപോലെ ഒരു ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി who is having the qualification, knowledge and experience of scientific, engineering or management aspects of pollution control. പൊല്യൂഷൻ കൺട്രോളിനെ പറ്റിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും നോളജും എക്സ്പീരിയൻസും ഉള്ള ഒരു ഫുൾ ടൈം മെമ്പർ സെക്രട്ടറിയും കൂടെ നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ മെമ്പർഷിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ എൻഷുർ ദാറ്റ് നോട്ട് ലെസ് ദാൻ 2 of the members have the knowledge about this പൊല്യൂഷൻ കൺട്രോൾ പ്രിവെൻഷൻ ആൻഡ് അബേറ്റ്മെൻറ്റ്. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും അബേറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള കഴിവുള്ള 2 ആൾക്കാരെങ്കിലും ഈ ഒരു കമ്മിറ്റിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ബോർഡിലുണ്ടാകുന്ന ആൾക്കാർ. ഒരു ചെയർമാൻ ഉണ്ട്, പിന്നെ 5 പേര് സ്റ്റേറ്റ് ഗവൺമെൻറ്, മാക്സിമം 5 പേര് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ എലക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു മാക്സിമം 5 ആൾക്കാർ ലോക്കൽ ബോഡീസ് എന്നുള്ളത്. പിന്നെ ഒരു മാക്സിമം 3 ആൾക്കാർ അഗ്രികൾച്ചർ ഫിഷറീസ് ഏരിയയിൽ. Then 2 persons from the which is representing the company or the corporation managed by the state government. പിന്നെ ഒരു ഫുൾ ടൈം മെമ്പർ സെക്രട്ടറി who is having better knowledge regarding the control, prevention and abatement of air pollution. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും മെമ്പേഴ്സ് ആയിരിക്കും ഒരു സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ മെമ്പർഷിപ്പിൽ ഉണ്ടാവുക. ഇവരുടെ ഫങ്ഷൻസ് അപ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രോഗ്രാംസിനെയൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്ത് പ്രിവെൻഷൻ കൺട്രോൾ ആൻഡ് അബേറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ദേ ഓൾസോ അഡ്വൈസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ എയർ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുക. അപ്പം ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ച് അവരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്യുക, എയർ പൊല്യൂഷൻ ഏരിയാസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യുക. അതിന് വേണ്ടി എന്തെങ്കിലും കൺസൾട്ടേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വേണമെങ്കിൽ അവരിലേക്ക് അപ്രോച്ച് ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കളക്ട് ചെയ്യുക. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എല്ലാ രീതിയിലുള്ള ലൊക്കേഷൻ പ്രിവൈസിനെ പറ്റിയിട്ടുള്ള എല്ലാത്തിനുമുള്ള അഡ്വൈസിങ്, അതേപോലെ ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓരോ സ്റ്റേറ്റിലും ഇത് വാട്ടർ ആണെങ്കിലും എയർ ആണെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറീസ് വേണം, അതെല്ലാം സെറ്റ് ചെയ്യുന്നതുമൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ്. സോ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഒരു തുടക്കം മാത്രം നമ്മൾ ഇടുവാണ് നമ്മളുടെ 5th മൊഡ്യൂളിൽ. ഫസ്റ്റ് എന്താണ് പൊല്യൂഷൻ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്താണ്, അവിടെ പൊല്യൂഷൻ എന്താണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്ന 2 ആക്ടുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986, ഇറ്റ്സ് ഡെഫിനിഷൻസ്, ദെൻ വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ഇത്രയും പറഞ്ഞു. നെക്സ്റ്റ് വി ബീൻ ഡിസ്കസിങ് വാട്ട് ആർ ദ മെഷേഴ്സ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ്
എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. എങ്ങനെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും അത് പറഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് എയർ പൊല്യൂഷൻ ആക്ട്. എയർ ആക്ട് ഓഫ് 1981 അതിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ വാട്ട് ആർ ദ ഡെഫിനിഷൻസ്. പിന്നെ അതിൽ തന്നെ 2 അതോറിറ്റീസിനെ നമ്മൾ പറഞ്ഞു, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആൻഡ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഫംഗ്ഷൻസ് എന്താണെന്നും അതേപോലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ മേജർ ഫംഗ്ഷൻസും അതിൻ്റെ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വാട്ട് ഈസ് എയർ ആക്ട്. എയർ ആക്ട് എന്താണ്, എയർ ആക്ടിൻ്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ്, ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദാറ്റ് ഇസ് 1981 ആണ്. അതിൽ 2 അതോറിറ്റീസിനെ നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇതിൻ്റെ 2 ഫംഗ്ഷൻസും അതുപോലെ എയർ പൊല്യൂഷൻ്റെ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിന്ന് അസൈൻമെൻ്റ് ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.